നമ്മുടെ വേണ്ടപ്പെട്ടവർ മരിച്ചാൽ സന്തോഷം അല്ലേ? നമ്മുടെ വേണ്ടപ്പെട്ടവർ രോഗികളായി കിടക്കുന്നു പറഞ്ഞാൽ സങ്കടം, വിഷമം. ഉടനെ ചോദിക്കുക എന്തായി? അയ്യോ നമ്മളെ കഴിയുന്ന രീതിയിലൊക്കെ സേവിക്കണം. മരിച്ചു പറഞ്ഞാൽ സന്തോഷം അല്ല. എന്താ അഭിപ്രായം? ആർക്കും വിരോധം തോന്നരുത് ഈ പറഞ്ഞതിനോട്. നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങൾ ആരെങ്കിലും ചിദാനന്ദപുരസ്വാമി ഒന്ന് വിളിച്ചിട്ട് ഇന്നാൾ മരിച്ചു എന്ന് പറയാൻ എൻ്റെ വായിന്ന് സന്തോഷം എന്നേ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തോന്നരുത് മഹാദുഷ്ടൻ, ഞാൻ എൻ്റെ എന്നാൾ മരിച്ചു എന്ന് പറയുമ്പോൾ സന്തോഷം എന്നാണല്ലോ ഈ കള്ളം പറയണത് എന്ന് തോന്നരുത്. മരിച്ചത് സന്തോഷമല്ലേ? ജനിച്ചു പറഞ്ഞാലും സന്തോഷം. പക്ഷെ രോഗമായി കിടക്കുന്നു പറഞ്ഞാൽ ഒരിക്കലും സന്തോഷം എന്ന് പറയില്ല. അപ്പോൾ എന്താണ് നമുക്ക് എന്താ ചെയ്യേണ്ടത്? എനിക്ക് എന്തെങ്കിലും എന്തായാലും ചെയ്യാൻ പറ്റുമോ? ഞാനും വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ സമാധാനിപ്പിക്കാനും നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും സേവ ചെയ്യാനൊക്കെ പരിശ്രമിക്കാറുണ്ട്. വയ്യാന്ന് പറഞ്ഞു മരിച്ചു പറഞ്ഞാൽ സന്തോഷമില്ലാണ്ട് എന്താ? കഷ്ടപ്പാടുന്ന് പോയില്ലേ, പാവം, നന്നായില്ലേ, അല്ലാണ്ട് എന്താ? ഇരിക്കട്ടെ. നമ്മുടെ വേണ്ടപ്പെട്ടവർ മരിച്ചാൽ വീട്ടിൽ പുല ആചരിക്കണമെന്ന് സ്വാമിജി പറയുകയുണ്ടായി. ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനത്തെ ഒരു വർത്താനേ പറഞ്ഞിട്ടില്ല. വേണ്ടാതിരങ്ങൾ പൊക്കിക്കൊണ്ടുവരല്ലോ, അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. എന്നാൽ പറയാറുണ്ട്, തീർച്ചയായിട്ടും പറയാറുണ്ട്. പുല എന്താണെന്നറിയാത്തൊരു സമൂഹത്തോട് പറയാറില്ല. ഈ പുല എന്നൊരു കോൺസെപ്റ്റ് തന്നെ ഇല്ലാത്ത സമൂഹങ്ങളിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പറയാറില്ല. ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനമ്മമാരെ സ്നേഹപൂർവ്വം സേവിക്കണം എന്നേ പറയാറുള്ളൂ. എന്നാൽ നമ്മെ സംബന്ധിച്ച് നമ്മുടെ സമാജത്തിൽ, നമ്മുടെ സമൂഹത്തിൽ പുല, വാലായ്മ തുടങ്ങിയ ആചരണ വിശേഷങ്ങളുണ്ട്. അത്തരം ആചരണ വിശേഷങ്ങളെ പാലിച്ച് തലമുറകളായി, നൂറ്റാണ്ടുകളായി സുദൃഢമായി വന്ന ഒരു വ്യവസ്ഥയാണ് സനാതനധർമ്മത്തിൻ്റെ ജീവിത വ്യവസ്ഥ. ആ വ്യവസ്ഥയ്ക്കുള്ളിൽ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും പാലിക്കണം എന്ന് പറയാറുണ്ട്. ഇനിയും പറയും. പറഞ്ഞ അർത്ഥം ശരിക്കും മനസ്സിലാവണേ. മനസ്സിലായല്ലോ? പുല എങ്ങനെയാണ് ആചരിക്കേണ്ടത്? ഇതിപ്പോൾ ചിദാനന്ദപുരസ്വാമി പറഞ്ഞു തന്നിട്ട് നിങ്ങൾ അതുപോലെ ചെയ്താൽ അടുത്തുള്ള അമ്പലക്കാർ ശുദ്ധികലശത്തിന് പൈസ ചോദിച്ചാൽ കൊളത്തൂർ അദ്വൈതാശ്രമത്തിലേക്ക് വരരുത്. ഈ കണ്ടീഷൻ്റെ മുകളിൽ മാത്രമേ പറയുള്ളൂ. ഈ കണ്ടീഷൻ്റെ മുകളിലാണ് പറയുക. കാരണം നേരിട്ട് പിണ്ടദാനം ചെയ്യേണ്ടവരുടെ മരണത്തിൽ മാത്രമേ പുല ആചരിക്കേണ്ടതുള്ളൂ. നേരിട്ട് പിണ്ടദാനം ചെയ്യേണ്ടതല്ലാത്തവരുടെ ബന്ധുക്കളുടെ മരണത്തിൽ പുല ആചരിക്കേണ്ടത് ഇല്ല. ഈ ആചരണം സ്വത്തിൻ്റെ അപേക്ഷയിലല്ല, മക്കത്തായം മരുമക്കത്തായം എന്നുള്ളതിനനുസരിച്ചല്ല. അമ്മ, അച്ഛൻ, അമ്മയുടെ അമ്മ, അമ്മയുടെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അമ്മ, ആറായി. ഇവർക്ക് സമാനം മാനിക്കപ്പെടേണ്ടവർ അമ്മയുടെ സഹോദരി, സഹോദരൻ, അച്ഛൻ്റെ സഹോദരി, സഹോദരൻ. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അവരെ മക്കളെങ്ങനെയാ? അതില്ല, ഇത്ര എടുത്താൽ മതി. ഇന്നിപ്പോൾ നാട്ടുകാർ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ എന്താ നീ അമ്പലത്തിൽ പോകാത്ത? അയ്യോ എൻ്റെ സ്വാമി ഇന്ന് പോലെയാണ്. എന്താ, ആരാ മരിച്ചേ? അത് എൻ്റെ മുത്തച്ഛൻ്റെ, മറ്റേയാളുടെ, മറിച്ചയാളുടെ. നീ ആളെ കണ്ടുണ്ടോ? ഇല്ല. നിങ്ങൾ സ്നേഹബന്ധത്തിലാണോ? അല്ല. കേട്ടിട്ടുണ്ടോ? ഈ ഒന്നുമില്ല. അപ്പം മരിച്ചപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ആളുണ്ട് തന്നെ കേട്ടത്. എടാ മഹാഭാവി, നീ ക്ഷേത്രത്തിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോലാന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പിണ്ടദാനം ചെയ്യേണ്ടവരുടെ മരണത്തിലേ പുല വേണ്ടതുള്ളൂ. അത് വേണം, തീർച്ചയായിട്ടും പാലിക്കണം. ഇനി നമ്മളുമായി യാതൊരു ബന്ധവുമില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ മരണം നടന്നു, ഗുരുനാഥന് ശിഷ്യന് പോലെ ഉണ്ട്, അത് വേറെ വിഷയം, ഗുരു ശിഷ്യ ബന്ധത്തിലുണ്ട്. അത് കൂടാതെ നമ്മുടെ ഗൃഹത്തിൽ മരണം നടന്നു എങ്കിൽ നമ്മൾ ബാഹ്യ സമൂഹവുമായി 2 ആഴ്ചത്തേക്ക് ബന്ധപ്പെടാത്തതാണ് നല്ലത്. അപ്പോൾ ഈ പറയണത് നഴ്സുമാർ, ഡോക്ടർമാർ, അതായത് മെഡിക്കൽ പ്രൊഫഷനിലുള്ളവർക്കൊന്നും ബാധകമല്ല എന്ന് പറയേണ്ടി വരും.
കാരണം അവർ ദിവസവും അല്ലെങ്കിൽ പോലെയായിട്ട് ഇരിക്കേണ്ടി വരും. കാരണം ദിവസവും ഹോസ്പിറ്റലിൽ മരണം ഉണ്ടാവും, ഇടപഴകുന്നുണ്ടാവും. അത് ചില ആപദ്ധർമ്മം കൊണ്ട് മാറ്റി വെക്കേണ്ടി വരും. സാമാന്യമായിട്ടാണ് പറയണത്. കാരണം ഒരു വ്യക്തി എങ്ങനെയാണ് മരിച്ചത്, എന്ത് രോഗങ്ങളെ കൊണ്ടാണ് മരിച്ചതെന്നും നമുക്കറിയില്ല. നമ്മൾ ഹേതുവായിട്ട് അത് പടരാൻ ഇടയാവരുത്. സാമാന്യമായി, എല്ലാ രോഗങ്ങളുടെയെന്ന് പറയുന്നില്ല, സാമാന്യമായി പകർച്ചവ്യാധികളുടെ ഒരു കാലാവധി 2 ആഴ്ചയാണ്. അപ്പോൾ 2 ആഴ്ചക്കാലം നമ്മൾ ബാഹ്യ സമൂഹവുമായി ബന്ധപ്പെടാതിരിക്കുന്നത് നല്ലതാണ്. അത് കോവിഡ് വരുമ്പോൾ മാത്രം പോരാ, എപ്പോഴും നല്ലതാണ്.